കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്കൊരു നിയോജക മണ്ഡലത്തിലേക്ക്, അതായത് പിറവത്തേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഇവിടുത്തെ രാഷ്ട്രീയം സൂക്ഷ്മമായി പരിശോധിച്ചാൽ വലിയ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാകും. ഇത് വെറും കണക്കുകളുടെ കളിയല്ല, മറിച്ച് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശങ്കകളും പ്രതീക്ഷകളും ഒക്കെ പ്രതിഫലിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ വിശകലനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യം പിറവത്തിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലം എന്താണെന്ന് നോക്കും. പിന്നെ അവിടുത്തെ ജനങ്ങളെ അലട്ടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അത് തെരഞ്ഞെടുപ്പിലെ കണക്കുകളിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചതെന്നും നമ്മൾ പരിശോധിക്കും. ശേഷം വോട്ടുകൾ എങ്ങനെയൊക്കെ വിഭജിച്ചുപോയി, എന്തൊക്കെ ഭരണപരമായ വീഴ്ചകളുണ്ടായി എന്നൊക്കെ വിലയിരുത്തിയിട്ട് അവസാനം പിറവം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. അപ്പൊ ശരി, നമുക്ക് പിറവത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? ഇവിടുത്തെ ഭൂമിയുടെ കിടപ്പും ജനങ്ങളുടെ സാമൂഹികമായ കെട്ടുപാടുകളുമൊക്കെ എങ്ങനെയാണ് വോട്ടിംഗ് ശൈലിയെ രൂപപ്പെടുത്തുന്നത്? നമുക്കൊന്ന് നോക്കാം. ഈ ഭൂപടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുപോലെ പിറവം വരുന്നത് എറണാകുളം ജില്ലയിലെ ഇടനാട് മേഖലയിലാണ്. അതായത് ഇതിന് കടൽത്തീരമില്ല, വലിയ മലനിരകളുമില്ല. ഇതൊരു ഗ്രാമീണ സമതല പ്രദേശമാണ്. അതുകൊണ്ടുതന്നെ കൃഷിയും അതുമായി ബന്ധപ്പെട്ട ജോലികളുമൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാനമാർഗം. ഈയൊരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അവിടുത്തെ ആളുകളുടെ ജീവിതത്തെയും പിന്നെ സ്വാഭാവികമായും രാഷ്ട്രീയത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇനി പിറവത്തെ ആളുകളിലേക്ക് വരാം. ഇവിടുത്തെ സാമൂഹിക ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിന്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ്, യാക്കോബായ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഹിന്ദു സമുദായത്തിലേക്ക് വന്നാൽ നായർ, ഈഴവ വിഭാഗങ്ങളാണ് പ്രധാനമായുമുള്ളത്. പട്ടികജാതി വിഭാഗം ഏകദേശം ഒരു 6-7% വരും. പക്ഷെ പട്ടികവർഗ ജനസംഖ്യ തീരെ കുറവാണ്. ഈ ഓരോ സമുദായങ്ങൾക്കും അവരവരുടേതായ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുണ്ട്. ഈ സമുദായങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളും ചിലപ്പോഴുണ്ടാകുന്ന തർക്കങ്ങളുമൊക്കെയാണ് പിറവത്തെ രാഷ്ട്രീയത്തിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഒരു മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സ് നമുക്ക് ശരിക്കും അറിയണമെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ആശങ്കകളും സമ്മർദ്ദങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിറവത്തെ ജനങ്ങളെ അലട്ടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ഉള്ളിലുള്ള ഈ അസംതൃപ്തിയുടെ കാരണം എവിടെയാണ്? ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട 4 ആശങ്കകൾ. ഒന്നാമത്തേത് വിലക്കയറ്റം. ഇത് എല്ലാവരുടെയും കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്നു, അല്ലേ? രണ്ടാമത്തേത് ഗൾഫിൽ നിന്ന് തിരികെ വന്നവരുടെ തൊഴിലില്ലായ്മ. മൂന്നാമത്തേത് വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കാട്ടുപന്നികളും കുരങ്ങന്മാരും കൃഷി നശിപ്പിക്കുന്നത് വലിയൊരു തലവേദനയാണ്. നാലാമത്തെ കാര്യം കുറച്ചുകൂടി സങ്കീർണമാണ്. ക്ഷേമ പദ്ധതികളിലുള്ള വിശ്വാസം കുറയുന്നു. ഒരുപാട് വാഗ്ദാനങ്ങൾ കേട്ട് ജനങ്ങൾക്കൊരു മടുപ്പ് വന്നിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ വെൽഫെയർ ഫെറ്റീഗ് എന്ന് പറയുന്നത്. ഈ ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയവരുടെ പ്രശ്നം എത്രത്തോളം വലുതാണെന്ന് ഈ ഒരു കണക്ക് നമുക്ക് കാട്ടിത്തരും. കോവിഡിന് ശേഷം 17 ലക്ഷം പ്രവാസികളാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. അവരിൽ 72% പേർക്കും അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന സാമ്പത്തിക സമ്മർദ്ദം വളരെ വലുതാണ്. സ്വാഭാവികമായും ഇത് വോട്ടർമാരുടെ മനോഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറുന്നു. വന്യമൃഗശല്യത്തിന്റെ തീവ്രത എത്രത്തോളമുണ്ടെന്ന് ഈ ഒരു വാചകം വ്യക്തമാക്കുന്നുണ്ട്. കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് കൊല്ലുന്ന കാര്യം പോലും സർക്കാർ പരിഗണിക്കുന്നു എന്നത് കർഷകരുടെ ദുരിതത്തിന്റെ ആഴം കാണിക്കുന്നു. കർഷകർ എത്രത്തോളം നിസ്സഹായരാണെന്നും ഭരണസംവിധാനത്തിൽ നിന്നും എത്ര പെട്ടെന്നാണ് അവർ നടപടികൾ പ്രതീക്ഷിക്കുന്നതെന്നുമുള്ള ഒരു നേർചിത്രമാണിത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തിന് കാരണമാകും, തീർച്ച. ശരി, അപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്ക് വരാം. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വോട്ടിംഗ് രീതിയെ എങ്ങനെയാണ് ബാധിച്ചത്? ഓരോ സംഖ്യയ്ക്കും ഓരോ കഥ പറയാനുണ്ടാകും. ആ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ചാർട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. 2016-ൽ 80.58% പോളിംഗ് 2021-ൽ 74.62% കുറഞ്ഞു. അതായത് ഏകദേശം 6% കുറവ്. ഇത് വലിയൊരു മാറ്റമാണ്. പക്ഷേ എന്താണിതിന് പിന്നിൽ? ഇത് വോട്ടർമാരുടെ ഒരുതരം നിസ്സംഗതയാണോ, അതോ നിലവിലെ രാഷ്ട്രീയത്തോടുള്ളൊരു പ്രതിഷേധമാണോ? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 2021-ലെ തെരഞ്ഞെടുപ്പ് ഫലം നോക്കൂ.
UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് 53.8% വോട്ടോടെ വിജയിച്ചു. എന്നാൽ തൊട്ടടുത്ത എതിരാളിയായ കേരള കോൺഗ്രസ് എമ്മിലെ സിന്ധുമോൾ ജേക്കബിന് 37.76% വോട്ട് നേടാനായി എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. BJPക്ക് 6.97% വോട്ടും കിട്ടി. ഒറ്റനോട്ടത്തിൽ ഇതൊരു UDF വിജയമായി തോന്നാമെങ്കിലും വോട്ടുകൾ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടതെന്ന് പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാവുക. 2016ഉം 2021 തമ്മിലുള്ള ഈ താരതമ്യം വളരെ നിർണായകമാണ്. 2016ൽ UDFന്റെ പ്രധാന എതിരാളി CPIM ആയിരുന്നു. എന്നാൽ 2021ൽ അത് കേരള കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു വിഭാഗമായ കേരള കോൺഗ്രസ് എം ആയി മാറി. അതായത് പോരാട്ടം നടന്നത് ഒരേ സമുദായ അടിത്തറയുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലായിരുന്നു. ഇത് കാണിക്കുന്നതെന്താണ്? പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ എത്ര വലിയ വിള്ളലാണ് സംഭവിച്ചതെന്നതിന്റെ വ്യക്തമായ ഒരു സൂചനയാണിത്. ഈയൊരു മാറ്റമാണ് പിറവത്തെ രാഷ്ട്രീയത്തെ ഇത്ര സങ്കീർണമാക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയായത്? നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ പരമ്പരാഗത വോട്ട് ബാങ്കുകളുടെ അടിത്തറയിൽ തന്നെ വീണ ചില വിള്ളലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിള്ളലുകൾക്ക് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. പഴയ രാഷ്ട്രീയക്കൂറ് തകരാൻ പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്ന്, കേരള കോൺഗ്രസിലെ പിളർപ്പ്. ജേക്കബ്, മാണി വിഭാഗങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും മത്സരിച്ചത് അവരുടെ വോട്ട് ബാങ്കിനെ രണ്ടായി വിഭജിച്ചു. 2, സഭാതർക്കങ്ങൾ. ഓർത്തഡോക്സ് യാക്കോബായ തർക്കങ്ങൾക്ക് ഒരു പരിഹാരവും കാണാത്തത് ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിൽ വലിയൊരു അസ്വസ്ഥതയുണ്ടാക്കി. മൂന്നാമത്തേത് ജാതി സമവാക്യങ്ങളിലെ മാറ്റങ്ങളാണ്. നായർ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന NSSഉം ഈഴവ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന SNDPയും തമ്മിലുള്ള താൽപര്യങ്ങളുടെ സംഘർഷം ഹിന്ദു വോട്ടുകളിലും ഒരുതരം അനിശ്ചിതത്വം സൃഷ്ടിച്ചു. ഈയൊരു വാചകം നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ എല്ലാം കാതലാണ്. സിറ്റിംഗ് MLAയുടെ 16% വിജയ മാർജിൻ ഒരു വലിയ സത്യത്തെ മറച്ചുവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വളരെ ആഴത്തിലുള്ള ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. പുറമേ കാണുന്ന ഈ വിജയം യഥാർത്ഥത്തിൽ താഴെത്തട്ടിലുള്ള രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒരു സൂചനയാണ്. രാഷ്ട്രീയത്തിലെ ഈ മാറ്റങ്ങളെ ജനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭരണപരമായ വീഴ്ചകളുമായി നമ്മളൊന്ന് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. എവിടെയാണ് ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത്? വോട്ടർമാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങളുടെ പ്രധാന പരാതികൾ ഇവയൊക്കെയാണ്. പിറവം മുനിസിപ്പാലിറ്റിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം, ഉൾഗ്രാമങ്ങളിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ആവശ്യത്തിന് ബസ് സൗകര്യമില്ലാത്തതും, പിന്നെ ഗവേണൻസിനും കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനും തടസ്സമാകുന്ന മോശം ഇന്റർനെറ്റ് കണക്ടിവിറ്റി, റേഷൻ കാർഡ് പോലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള കാലതാമസം, ഇതൊക്കെയാണ് ജനങ്ങളുടെ യഥാർത്ഥ അതൃപ്തിക്ക് കാരണം. എന്താണ് ഈ വെൽഫെയർ ഫെറ്റീഗ് അഥവാ ക്ഷേമ പദ്ധതികളോടുള്ള മടുപ്പ് എന്ന് ഒന്നുകൂടി പറയാം. തുടർച്ചയായി ക്ഷേമവാഗ്ദാനങ്ങൾ കേൾക്കുന്നു, പക്ഷേ ജീവിത നിലവാരത്തിൽ കാര്യമായ ഒരു പുരോഗതിയും കാണുന്നില്ല. അപ്പോൾ വോട്ടർമാർക്കിടയിൽ സ്വാഭാവികമായും ഒരു അവിശ്വാസം വളരും. ഇത് രാഷ്ട്രീയക്കാരുടെ പരമ്പരാഗത വാഗ്ദാനങ്ങളുടെ വില ഇല്ലാതാക്കുകയും പോളിംഗ് ശതമാനം കുറയാൻ കാരണമാവുകയും ചെയ്യും. ആളുകൾക്ക് വേണ്ടത് വാഗ്ദാനങ്ങളല്ല, പ്രവൃത്തികളാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പിറവം നമ്മളോട് പറയുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് ക്രോഡീകരിക്കാം. നിലവിലെ MLAയുടെ പ്രവർത്തനങ്ങളെ നമുക്കൊരു സ്കോർ കാർഡ് രൂപത്തിൽ വിലയിരുത്തിയാലോ? ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഒരു ഇടത്തരം സ്കോർ കൊടുക്കാം. കാരണം പദ്ധതികളൊക്കെയുണ്ട്, പക്ഷെ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നുണ്ടോ എന്നതിൽ സംശയങ്ങളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ സ്കോർ വളരെ കുറവാണ്. കുടിവെള്ള വിതരണത്തിലും റോഡുകളുടെ കാര്യത്തിലും വളരെ പിന്നിലാണ്. വിശ്വാസ്യതയുടെ കാര്യത്തിൽ സിറ്റിംഗ് MLA എന്ന നിലയിലുള്ള ഒരു മുൻതൂക്കമുണ്ട്, പക്ഷേ പ്രാദേശിക പ്രശ്നങ്ങൾ കാരണം ആ വിശ്വാസ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതാണ്: പിറവത്തെ യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് ആര് തമ്മിലാണ്? ഒരു വശത്ത് ശക്തമായ വ്യക്തിപ്രഭാവവും സിറ്റിംഗ് MLA എന്ന നിലയിലുള്ള മുൻതൂക്കവുമുണ്ട്. മറുവശത്ത് ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരൂന്നിയ പ്രാദേശിക പ്രശ്നങ്ങളും വിഘടിച്ചു നിൽക്കുന്ന സമുദായങ്ങളുമുണ്ട്. ഇത് ശരിക്കും വ്യക്തിയും വ്യവസ്ഥയും തമ്മിലുള്ള ഒരു ക്ലാസിക് പോരാട്ടം തന്നെയാണ്. ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ സാധാരണക്കാരുടെ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതിരിക്കുമ്പോൾ ശക്തമായ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ഒരു നേതാവിന് രാഷ്ട്രീയമായി അതിജീവിക്കാൻ സാധിക്കുമോ? പിറവം നൽകുന്ന ഈ പാഠം ഒരുപക്ഷേ ഇന്ത്യയിലെ മറ്റു പല മണ്ഡലങ്ങൾക്കും ബാധകമായേക്കാം.